ബാബരി മസ്ജിദ് ഒരു തർക്ക പ്രശ്നമായി തീർന്നപ്പോൾ 1526 മുഗൾ ചക്രവർത്തിയായ ബാബറിന്റെ കാലത്ത് നിർമ്മിക്കപ്പെട്ട ആ പള്ളി, അവിടെ നിർമ്മിക്കുന്നതിന് മുമ്പ് ആ പ്രദേശത്ത് അതേ സ്ഥലത്ത് ഒരു ക്ഷേത്രം നിലനിന്നിരുന്നുവോ? അങ്ങനെയാണെങ്കിൽ ആ പള്ളി നിർമ്മിക്കപ്പെട്ടത് ഒരു ക്ഷേത്രം തകർക്കപ്പെട്ട പ്രദേശത്താണോ എന്നറിയാൻ തർക്കഭൂമിയിൽ ഉത്ഖനനം നടത്താൻ നിയുക്തമായ സംഘത്തിൽ ആണ് അദ്ദേഹം ആദ്യം പ്രത്യക്ഷപ്പെടുന്നത്. അന്ന് വളരെ നീതിപൂർവമാണ് അദ്ദേഹം നിർവഹിച്ചത്. അദ്ദേഹം അന്ന് അതിലെ ഒരു ജൂനിയറാണ് ബാബരി മസ്ജിദിന്റെ ഉത്ഖനനത്തിൽ പങ്കുകൊള്ളുന്നത്. അദ്ദേഹം അന്ന് നടത്തിയ സൂക്ഷ്മതയോടെയുള്ള നീക്കമാണ്. അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ അദ്ദേഹം പറയുന്നുണ്ട്, അയോധ്യ ഉത്ഖനനം നിഷ്പക്ഷമായിരിക്കണമെന്ന്, സാമുദായികമായി കൂടി നിഷ്പക്ഷമായിരിക്കണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഉത്ഖനനത്തിന് ജോലിക്കാരെ വെച്ചപ്പോൾ പോലും ഞങ്ങൾ അത് ഉറപ്പുവരുത്തി. 131 പേരായിരുന്നു അയോധ്യ ഉത്ഖനനത്തിന്റെ ജോലിക്കാർ. അതിൽ 52 മുസ്ലിങ്ങളെ നിർബന്ധപൂർവ്വം ഉൾപ്പെടുത്തി. പിൽക്കാല ചരിത്രം പറയരുതല്ലോ. അത് സാമുദായികമായി ഒരു സന്തുലനവും പാലിക്കാത്ത ഒരു സംഘമാണ് ഉത്ഖനനം നടത്തിയത്. തൊഴിലാളികളെ തെരഞ്ഞെടുത്തപ്പോൾ പോലും അത്ര സൂക്ഷ്മമായ ഒരു ബഹുസ്വരത പാലിച്ചിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആ ഉത്ഖനനത്തിലൂടെ അദ്ദേഹം കണ്ടെത്തിയ കാഴ്ചയാണ് അദ്ദേഹത്തിന്റെ ഉള്ളു നടുക്കുന്നത്. അദ്ദേഹം പിന്നീട് ചരിത്രത്തിൽ ഇടപെടുന്നത് അങ്ങനെയാണ്. അദ്ദേഹം കണ്ടത്, ഉത്ഖനനം നടത്തുമ്പോൾ കിളച്ചു മറിക്കുന്ന ഓരോ മണ്ണിലും ഒരു ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. അദ്ദേഹം അത് ഞെട്ടലോടെ അറിയുക മാത്രമല്ല, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അത് റിപ്പോർട്ട് ചെയ്യുക മാത്രമല്ല, കോടതികൾക്ക് സമർപ്പിക്കുക മാത്രമല്ല ചെയ്തത്. അന്ന് ബാബരി മസ്ജിദിന്റെ പേരിൽ ഇന്ത്യയിലാകെ വലിയ പ്രക്ഷോഭങ്ങൾ നടക്കുന്ന കാലമാണ്. ആ പ്രക്ഷോഭങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിരുന്ന അക്കാലത്തെ ആ ബാബരി മസ്ജിദ് ആക്ഷൻ കമ്മിറ്റിയുടെ കൺവീനറായിരുന്ന സയ്യിദ് ഷഹാബുദ്ദീൻ MP-യെ അദ്ദേഹം നേരിട്ട് പോയി കണ്ടു. എന്നിട്ട് പറഞ്ഞു, സാറേ, ക്ഷേത്രം തകർക്കപ്പെട്ടതിന്റെ അവശിഷ്ടങ്ങൾ നിലനിൽക്കുന്ന പ്രദേശത്താണ് ബാബരി മസ്ജിദ് നിലനിൽക്കുന്നത് എന്ന് ഉറപ്പാണ്. അത് ഞാൻ നേരിട്ട് കണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് ഇത് തെരുവിൽ ഇനിയും മനുഷ്യർ തമ്മിൽ വിഭജനം ഉണ്ടാക്കാതെ, മനുഷ്യർ തമ്മിൽ കലഹമുണ്ടാക്കാതെ, ഒരു രാഷ്ട്രീയ വൈരമായി വളർത്താതെ ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന്, ഒരു ക്ഷേത്രം തകർക്കപ്പെട്ട സ്ഥലത്താണ് പണ്ട് മുഗളന്മാരുടെ കാലത്ത് പള്ളി നിർമ്മിക്കപ്പെട്ടത് എന്ന യാഥാർത്ഥ്യം അംഗീകരിച്ചുകൊണ്ട് ചർച്ചയിലൂടെ ആ പ്രശ്നം രമ്യമായി പരിഹരിക്കുന്നതല്ലേ നല്ലത് എന്ന് സയ്യിദ് ഷഹാബുദ്ദീനോട് KK മുഹമ്മദ് നേരിട്ട് പോയി പറഞ്ഞത് അദ്ദേഹം പറയുന്നുണ്ട്. ഷഹാബുദ്ദീന്റെ മറുപടി ഇങ്ങനെയായിരുന്നു അത്രേ. അദ്ദേഹത്തെ നിരാശപ്പെടുത്തിയ മറുപടിയായിരുന്നു അത്. സയ്യിദ് ഷഹാബുദ്ദീൻ പറഞ്ഞു അത്രേ, മിസ്റ്റർ മുഹമ്മദ്, യു മേ ബി റൈറ്റ് ബട്ട് യു ആർ ടു ലേറ്റ് എന്നാണ്. താങ്കൾ പറയുന്നത് ശരിയായിരിക്കാം, പക്ഷെ വൈകിപ്പോയി എന്നാണ്. തിരിച്ചു നടക്കാനാവാത്ത ദൂരത്തേക്ക് ബാബരി മസ്ജിദ് പ്രക്ഷോഭം മുന്നോട്ട് പോയിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം നിരാശയോടെ മടങ്ങുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.